A 12-volt battery is connected to a network of resistors. Resistors of 10 ohm and 15 ohm are connected in parallel. 10 ohm ഉണ്ട് ഇവിടെ 15 ohm ഉണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. This parallel combination is then connected in series with 4 ohm resistor. So ഈ 10 ഉം 15 ഉം പാരലലി കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തിരിക്കുന്നത് 4 ohm ആയിട്ട് സീരീസിലാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, പിന്നെ ടോട്ടൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. സോ ഫസ്റ്റ് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പാരലൽ കണക്ഷൻ ആരൊക്കെയാണ്? 10 ഉം 15 ഉം ആണ്. സോ പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ പാരലൽ ബ്രാഞ്ചിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/RP is equal to 1/R1 plus 1/R2. സോ 1/10 plus 1/15 അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1/RP is equal to 5/30 കിട്ടും. സോ RP അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള പാരലൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ohm ആണ് നമുക്ക് കിട്ടുന്നത്. 6 ohm ആണ് കിട്ടിയത്. നെക്സ്റ്റ് വൺ എന്താണ്? ഈ 6 ohm എന്ന് പറയുന്ന എഫക്റ്റീവ് പാരലൽ RP യെ വീണ്ടും 4 ohm ആയിട്ട് ഈ 4 ohm ആയിട്ട് സീരീസിൽ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ സീരീസ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? R ടോട്ടൽ is equal to RP plus R3. ദിസ് വൺ 4 ohm ആണ് R3 ഉദ്ദേശിക്കുന്നത്, അതായത് 6 ohm പാരലൽ പ്ലസ് 4 ohm. സോ നമുക്ക് എത്ര കിട്ടും? 10 ohm ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി എന്താണ് ദ ടോട്ടൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്? നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 12 വോൾട്ട് ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 ആണ്. നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ആണ്. നമ്മുടെ ഓംസ് ലോ യൂസ് ചെയ്യാം. I is equal to V/R. സോ V എത്രയാണ്? 12 ആണ്. ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 12/10 എന്ന് പറയുമ്പോഴത്തേക്കും 1.2 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. കറണ്ടിൻ്റെ വാല്യൂ 1.2 ആംപിയർ.